ഭീകരതയുടെ ഇരയാണ് ഇന്ത്യയെന്ന് ശശി തരൂർ. ഭീകരവാദത്തെ നേരിടാൻ ആഗോള സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. ന്യൂയോർക്കിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന്റെ സ്മാരകത്തിൽ തരൂർ നേതൃത്വം നൽകുന്ന സംഘം പുഷ്പാർച്ചന നടത്തി. बहुत गंभीर विषय है. देखिए, हम तो वो सितंबर 11 का मेमोरियल पे गए एक संदेश देने के लिए कि इस विषय पे जब न्यूयॉर्क भी आतंकवादियों के आक्रमण सहित लिया है 20 साल पहले, तो ये है हमारा अनुभव भी. हम चाहते हैं कि वो समझे कि इसमें एकजुटता की जरूरी है. हम सब एक साथ है इसमें, और हमें भी अमेरिका के जैसे दुनिया को एक रिजॉल्व दिखाना चाहिए कि हम बिल्कुल इस किस्म के आतंकवादी आक्रमणों के खिलाफ हैं और हम एक्शन लेंगे और हम शक्त रहेंगे. तो ये सब ബൈജയന്ത് പാണ്ഡ നേതൃത്വം നൽകുന്ന സംഘം ബഹ്റിനിലും സുപ്രിയ സുലെ നേതൃത്വം നൽകുന്ന സംഘം ഖത്തറിലും സന്ദർശനം തുടരുകയാണ്. ആർ രാകേഷ് നമുക്കൊപ്പം ചേരുന്നു. രാകേഷ്, വളരെ തന്ത്രപ്രധാനമായ സംഘമാണ് തരൂർ നേതൃത്വം നൽകുന്നത്. അവർ US-ലേക്ക് എപ്പോഴാണ് എത്തുക? ഇന്ത്യയുടെ നയതന്ത്ര സംഘത്തിന്റെ സന്ദർശന പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? സജിത്ത്, ഗയാനയിലാണ് ശശി തരൂർ അടക്കമുള്ള സംഘം ആദ്യം സന്ദർശിക്കുന്നത്. ആ യാത്രാ മധ്യേ അവിടേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ന്യൂയോർക്കിൽ ആദ്യം എത്തിയത്. ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ സ്മാരകം തരൂർ നേതൃത്വം നൽകുന്ന സംഘം സന്ദർശിച്ചു. അതിനുശേഷമാണ് ഭീകരവാദത്തിന്റെ ഇരയാണ് ഇന്ത്യ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് 2001 വേൾഡ് ട്രേഡ് സെന്റർ അടക്കം ആക്രമിക്കുന്നത്. അങ്ങനെ അമേരിക്ക ഭീകരവാദത്തിന്റെ ഇരയായിരുന്നു. അതുപോലെ ഇപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നു. ഇതിനെ ലോകം ഒറ്റക്കെട്ടായി ചെറുക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നടന്ന യോഗത്തിലും ശശി തരൂർ സംസാരിച്ചു. ആ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് ഇന്ത്യ കടന്നതും ഒപ്പം തന്നെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എടുക്കുന്ന നിലപാടുമൊക്കെ തന്നെ ശശി തരൂർ വിശദീകരിച്ചു. ശശി തരൂർ വ്യക്തമാക്കിയ കാര്യം, പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു തരത്തിലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാനാകട്ടെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളടക്കം പിടിച്ചെടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അത് കഴിയാതെ വരുമ്പോൾ അവർ ഇത്തരത്തിൽ ഭീകരവിരുദ്ധ സംഘങ്ങളെ പ്രോത്സാഹിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു എന്ന വിമർശനമാണ് ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഗയാനയിൽ എത്തും ഈ തരൂർ നേതൃത്വം നൽകുന്ന സംഘം. അവിടെയാണ് ആദ്യ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഗയാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിലവിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലുള്ള 15 രാജ്യങ്ങളിലൊന്ന് ഗയാനയാണ്. 2 വർഷത്തെ കാലാവധി അവർക്ക് അടുത്ത വർഷം വരെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ നിലവിൽ അംഗമായിരിക്കെ ഗയാന അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട് സുരക്ഷാ കൗൺസിലിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രബല രാജ്യങ്ങൾക്ക് പുറമെ ഈ ചെറിയ രാജ്യങ്ങളെപ്പോലും ഈ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അതിനുശേഷം പാനമ സന്ദർശിക്കുന്നുണ്ട്, കൊളംബിയ സന്ദർശിക്കുന്നുണ്ട്, ബ്രസീൽ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വീണ്ടും US-ലെത്തി നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. ഏതായാലും കൊളംബിയയും ഇതുപോലെ തന്നെ അടുത്ത വർഷം സുരക്ഷാ കൗൺസിലിൽ വരുന്ന രാജ്യമാണ്. അങ്ങനെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഈ ദൗത്യത്തിനുള്ളത്. അതിന് അത്തരമൊരു നിർണായക ദൗത്യത്തിന് ഇപ്പോൾ ഏതായാലും ശശി തരൂർ തന്നെയാണ് നേതൃത്വം ചെയ്യുന്നത്. മറ്റ് സംഘങ്ങളുടെയും യാത്ര ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകുന്ന സംഘം ബഹ്റൈനിലാണുള്ളത്. ബൈജയന്ത് പാണ്ഡെയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. അതായത് ഒരു വശത്ത് ചർച്ചയും മറുവശത്ത് ഭീകരവാദവും. ആ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം സാഹചര്യത്തിൽ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രതികരണമാണ് ബൈജയന്ത് പാണ്ഡെയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ആദ്യം യാത്ര തിരിച്ച സംഘം ജോൺ ബ്രിട്ടാസ് അടക്കം ഭാഗമായ സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘമാണ്. ആ സംഘം ഇപ്പോൾ നിലവിൽ ദക്ഷിണ കൊറിയയിലാണുള്ളത്. അങ്ങനെ എല്ലാ സംഘങ്ങളുടെയും യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സജിത്ത്. ഇന്ത്യയുടെ സുപ്രധാനമായ നയതന്ത്ര നീക്കമാണ് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാനും ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയിലടക്കം വലിയ പിന്തുണ ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ലഭ്യമാക്കണം. അതാണ് ഈ സംഘങ്ങളുടെ ലക്ഷ്യം. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് സാഹചര്യം. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം തന്നെ പെഹൽഗാം അറ്റാക്കും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെയാണ് പ്രധാനമായും ചർച്ചയാവുന്നത്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി വിളിച്ച യോഗം എത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ്?
ഇത്തരമൊരു യോഗം ഈ സമീപകാലത്ത് ആദ്യമാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ലക്ഷ്യം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, ആ ഓപ്പറേഷനിൽ സ്വീകരിച്ച നിലപാടുകളൊക്കെ തന്നെ വിശദീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് NDA മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കുമ്പോൾ അതിൽ സർക്കാരിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ തന്നെ ഇത് വലിയ ആയുധമാക്കി ഇപ്പോൾ മാറ്റുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ബീഹാറിലടക്കം. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ യോഗമുള്ളത്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ ഒപ്പം തന്നെ സർക്കാർ കൈക്കൊണ്ട നടപടികൾ അത് പാർട്ടി ഭരിക്കുന്ന അല്ലെങ്കിൽ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സർക്കാരുകൾ മുമ്പാകെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരമൊരു യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. NDA ഭരിക്കുന്ന 18 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇപ്പോൾ ഈ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അറിയുന്ന വിവരമനുസരിച്ച് 2 പ്രമേയങ്ങൾ ഈ യോഗത്തിൽ കൊണ്ടുവരും. അതിലൊന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് കര, നാവിക, വ്യോമസേനകളുടെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് അവരെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പ്രമേയം ഈ യോഗം പാസ്സാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. നേരത്തെ മൻ കി ബാത്തിലടക്കം ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഭീകരതയ്ക്കെതിരെ ആഗോള തലത്തിൽ നടത്തുന്ന പോരാട്ടത്തിന് വലിയ പ്രചോദനം നൽകുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വിശേഷിപ്പിച്ചത്. സ്വാഭാവികമായും അത്തരമൊരു പ്രസംഗം ഇന്ന് NDA മുഖ്യമന്ത്രിമാരുമായുള്ള യോഗത്തിലും കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി നടത്തുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സേനകളെ പ്രകീർത്തിച്ച് ഈ യോഗത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുമെന്നുള്ളതാണ്. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും NDA മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗമാണ് പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മുന്നണി സംവിധാനത്തിൽ NDAക്കകത്ത് ശക്തമായ പിന്തുണ കൂടി ഉറപ്പിക്കുക എന്ന നീക്കം കൂടി ഇതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നുണ്ട്.